സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നാം വന്നപ്പോൾ മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? സ്തോത്രം. ദൈവ സാന്നിധ്യം അനുഭവിച്ചാൽ ദൈവത്തെ കരമേറുന്നു. സ്തോത്രം. തുടർന്നും ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ അനുഗ്രഹിച്ചേ വിടത്തുള്ളൂ. നമ്മുടെ വിഷയങ്ങളിൽ ദൈവം ഇടപെട്ടേ ദൈവം നമ്മളെ അയക്കത്തുള്ളൂ. എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മുടെ ചിന്തകളൊക്കെ മാറട്ടെ, നമ്മുടെ വിചാരങ്ങളൊക്കെ മാറ്റിവെക്കുക. സ്തോത്രം. നമ്മുടെ ആകുലതകളൊക്കെ ഒന്ന് മാറ്റിവെക്കുക. കർത്താവേ, എന്നോട് അരുളി ചെയ്യണമേ, ആ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ. നാം രാവിലെ കേട്ടു യഹോവയുടെ ശബ്ദം. ആ ശബ്ദം ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് മുഴങ്ങാൻ പോകുന്ന സമയമാണ്. ആ ശബ്ദമാണ് നമ്മളുടെ ഹല്ലേലൂയ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. ആ വചനത്തിന്റെ ശബ്ദമാണ് ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ പണിയുന്നത്. ആ വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ആ വചനം ഇന്ന് പകൽക്കാലം നമ്മുടെ സഭയിൽ നമ്മളിൽ വെളിപ്പെട്ടിരിക്കും. സ്തോത്രം. വാക്യം വായിക്കാം. ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം ശബ്ദമുയർത്തി. മതി. സ്തോത്രം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പി, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് പകൽക്കാലം തന്ന വചനത്തിനായി സ്തോത്രം. കർത്താവേ, ഈ വചനം ഇന്നിവിടെ ജീവനായി വെളിപ്പെടണമേ, ശക്തിയായി വെളിപ്പെടണമേ, സൗഖ്യമായി വെളിപ്പെടണമേ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. കർത്താവേ, ക്രിസ്തു കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നതിനാൽ സ്തോത്രം. അവനെ ഒന്ന് തൊടുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. വചനത്തിന്റെ ആളുകൾ വെളിപ്പെടുത്തണമേ. അന്ധകാരത്തെ ഞാൻ ശാസിക്കുന്നു കർത്താവ്. വചനത്തിനെതിരെ പ്രവർത്തിക്കുന്ന സകല അന്ധകാര മണ്ഡലത്തെ, ആഭിചാരത്തിന്റെ ശക്തിയെ, ദേശശക്തിയെ ഞാൻ തകർത്തു പ്രാർത്ഥിക്കുകയാണ്. ജനത്തിന്റെ ഹൃദയം തുറക്കണം, കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കണം, സ്വന്തം ശുശ്രൂഷ ഏറ്റെടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഒന്നുകൂടെ ആ വാക്യം. മതി. സ്തോത്രം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. സ്തോത്രം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ക്രിസ്തു എന്നെ സ്വതന്ത്രരാക്കി എന്ന് വിശ്വസിക്കുന്ന പേരുണ്ട്. യേശു ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. നമ്മളെ പറയുന്നു അടിമ മുഖത്തിൽ കുടുങ്ങി പോകരുത് എന്ന് പറഞ്ഞ് നമ്മളെ എവിടുന്നാ സ്വതന്ത്രമാക്കിയിരിക്കുന്നത്? അടിമ മുഖത്തിൽ നിന്നാണ് നമ്മളെ സ്വതന്ത്രമാക്കിയിരിക്കുന്നത്. യേശു ക്രിസ്തു നമ്മളെ അടിമയാക്കി വെച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന്, പൈശാചിക മണ്ഡലത്തിൽ നിന്ന്, ജാതീയ മണ്ഡലത്തിൽ നിന്ന് ദൈവം നമ്മെ സ്വതന്ത്രമാക്കിയിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം നാം അനുഭവിച്ചേ മതിയാകൂ. ആ സ്വാതന്ത്ര്യം നാം ഏറ്റെടുത്തേ മതിയാകൂ. ആ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു, നിങ്ങൾ അതിൽ പിന്നെയും കുടുങ്ങി പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നിനക്ക് ലഭിച്ച സ്വാതന്ത്ര്യം, എനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യം, അതിനെ പിന്നെയും നിന്നെ കുടുക്കിക്കളയുവാൻ, പിന്നെയും അതേ മുഖത്തിലേക്ക് തന്നെ നിന്നെ പിടിച്ചു കെട്ടുവാൻ ഒരു ശക്തിവാൻ യോജിക്കുമ്പോൾ നിന്റെ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ ഞാൻ സ്വതന്ത്രരാക്കിയത്, നിന്നെ ഞാൻ പേര് വിളിച്ചത്, നിന്നെ ഞാൻ വീണ്ടെടുത്തത്. നീ ഉറച്ചു നിൽക്കണം, നീ ഉറച്ചു നിൽക്കണം, നീ ഉറച്ചു നിൽക്കണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ സ്തോത്രം. ദൈവാത്മാവ് ഹല്ലേലൂയ സ്തോത്രം തന്റെ ഭക്തരുടെ മുന്നറിയിപ്പ് നൽകുകയാണ്. സ്വാതന്ത്ര്യത്തിനായി ഞാൻ നിന്നെ സ്വതന്ത്രമാക്കിയതാണ്.
പിന്നെയും അടിമലോകത്തിൽ നീ കുടുങ്ങി പോകരുത് എന്ന് പറഞ്ഞ് നിന്നെ കുടുക്കുന്ന, നിന്നെ കുടുക്കി കളയുവാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. നിന്നെ പിന്നെയും വന്ന ഇടത്തിലേക്ക് നിന്നെ പിടിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ചില ശക്തികളുണ്ട്. അതിൽ നീ കുടുങ്ങി പോകരുത്. നിനക്ക് നീ ഉറച്ചു നിൽക്കണം. ഇല്ല, സ്വന്തം എന്നെ വിടുവിച്ചത് പിന്നെയും അടിമലോകത്തിലേക്ക് പോകുവാനല്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽക്കാലം നമുക്കൊരു ഉറപ്പ് വേണം, നമുക്കൊരു ഉറപ്പ് വേണം, നമുക്കൊരു ഉറപ്പ് വേണം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ഒരു ഉറപ്പ് വേണം. എവിടെ? വചനത്തിന്റെ ഉറപ്പ്, ക്രിസ്തുവിന്റെ ഉറപ്പ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ, ഞാൻ നിന്റെ വാഗ്ദത്തത്തിൽ ഉറച്ചു നിൽക്കും, നിന്റെ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കും. ഈ പ്രമാണത്തിൽ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ സ്തോത്രം അടിമനുഖത്തിൽ കുടുങ്ങാതിരിക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇന്ന് ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾക്ക് ഒരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ, സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ക്രിസ്തുവിനെ സ്വതന്ത്രമാക്കിയത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇനിയും അതിൽ ഉറച്ചു തന്നെ നിൽക്കും. ക്രിസ്തു ഹല്ലേലൂയ നമുക്ക് തന്ന സ്വാതന്ത്ര്യം, ആരാധനയ്ക്ക് ഒരു സ്വാതന്ത്ര്യം തന്നു, അല്ലേ? നമ്മൾ നേരത്തെ എങ്ങനെ ആരാധിച്ചിരുന്നത്? നമുക്ക് നേരത്തെ കൃപാസനത്തിലേക്ക് ചെല്ലുവാൻ കഴിയുമായിരുന്നു. നമ്മുടെ മുന്നിൽ പല തടസ്സങ്ങൾ, പലരും നമ്മളെ തടഞ്ഞിരുന്ന മണ്ഡലം. ആരാധന എങ്ങനെയെന്ന് അറിയുവാൻ കഴിയാതിരുന്ന ഒരു സമയമുണ്ട്. ആരെയാണ് ആരാധിക്കുന്നതെന്ന് അറിയാതിരുന്ന ഒരു സമയമുണ്ട്. എന്നാൽ ക്രിസ്തു നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വീഴിച്ചു കളഞ്ഞു. ഇന്ന് പകൽക്കാലം ആരാധനയുടെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യമാണ് നാം ഏറ്റെടുക്കേണ്ടത്. ഇന്ന് പകൽക്കാലം ആരാധിക്കുവാൻ, എന്റെ ജനത്തെ ആരാധിക്കുവാൻ, വീട്ടയക്കുവാൻ സ്വർഗം പറയുമ്പോൾ ആ സ്വാതന്ത്ര്യം നാം ഏറ്റെടുക്കണം. നമുക്ക് ആദ്യം എവിടെ സ്വാതന്ത്ര്യം വേണ്ടേ? ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? എന്തിനാ സ്വന്തമാക്കിയത്? അവനെ സ്തുതിക്കാൻ വേണ്ടിയാ. നിത്യ നരകത്തിലേക്ക് പോകേണ്ടവനെ, ആ നിത്യ നാശത്തിലേക്ക് പോകേണ്ടവനെ സ്വർഗം എന്തിനാ ജീവൻ നൽകി വിലക്ക് വാങ്ങിയത്? ഇല്ല, എന്നെ ആരാധിക്കുവാൻ, എന്നെ സേവിക്കുവാൻ, എന്നെ സ്തുതിക്കുവാൻ. ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ആദ്യം കിട്ടണം, അല്ലെ? സ്തോത്രം. നമ്മളിവിടെ പറഞ്ഞു എനിക്ക് ഹല്ലേലൂയ വെള്ളിയാഴ്ച ആരാധനയ്ക്ക് വരണം, അല്ലെ? സ്തോത്രം. അപ്പോൾ നമുക്ക് ആരാധനയെ സ്വാതന്ത്ര്യം ആദ്യം വേണ്ടത്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഒരു സ്വാതന്ത്ര്യം, നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുവാൻ, സ്തോത്രം, നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു സ്വാതന്ത്ര്യം. ആരാധനക്കെതിരെ ആരാധനയുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന അന്ധകാരത്തിന്റെ ശക്തിയെ, ദേശശക്തിയെ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ തകർക്കുകയാണ്. ആരാധന വിടപ്പെടുകയാണ്. നമ്മൾ കടന്നു വന്നത് ദൈവത്തിന്റെ മഹത്വം അറിയിക്കുവാന്, നാം കടന്നു വന്നത് ദൈവത്തെ സ്തുതിക്കുവാന്. ദൈവം എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എന്റെ കരത്തിന് അവൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്റെ വായിക്ക് അവൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം വേണ്ടത്, അല്ലേ, ദൈവത്തെ സ്തുതിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കണം. നമുക്കൊരു ഉറപ്പ് വേണം. കർത്താവേ, എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ സ്തുതിക്കും. അതാ കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ട് കിടന്നവൻ അവിടെ കിടന്ന് പൗലോസും ശിലാസും പാടി ആരാധിച്ചെന്നാണ്. അവനറിയാം എന്നെ സ്വാതന്ത്ര്യമാക്കിയത്, എന്നെ സ്വതന്ത്രമാക്കിയത് അവനെ സ്തുതിക്കാനാ. എനിക്ക് ഈ ചങ്ങലൊരു വിഷയമല്ല, ഈ രോഗം എനിക്കൊരു വിഷയമല്ല, ഈ ഭാരം എനിക്കൊരു വിഷയമല്ല. സ്തോത്രം. വിളിച്ചു പറ, എനിക്കിതൊന്നും എന്റെ ആരാധന ഇതൊന്നും തടയത്തില്ല. എന്റെ തലമുറ എന്നെ തടയത്തില്ല, എന്റെ ഭർത്താവ് എന്നെ തടയത്തില്ല, എന്റെ രോഗം എന്നെ തടയത്തില്ല, ഈ രോഗം എന്നെ തടയത്തില്ല, ഈ രോഗം എന്നെ തടയത്തില്ല, ആരും എന്നെ തടയത്തില്ല. ഒരു സ്വാതന്ത്ര്യമില്ലെങ്കിലും എന്റെ ആത്മാവ് നിന്നെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. എന്റെ നാവ് മുറിഞ്ഞു പോയാലും, എന്റെ കരം ചലിച്ചില്ലെങ്കിലും എന്റെ ആത്മാവ് നിന്നെ സ്തുതിച്ചുകൊണ്ട്
അവൻ പറയും ഇനിയും ഞാൻ ദൈവത്തെ ആരാധിക്കും. നിന്റെ അപ്പനല്ല എന്നെ ഈ സ്ഥാനത്താക്കിയത്, എന്നെ ആക്കിയത്, എന്നെ ഈ രാജസ്ഥാനത്ത് എത്തിച്ചത്. എന്റെ അച്ഛനല്ല, എന്റെ അമ്മയല്ല, ഈ ലോകത്തിന്റെ ആരുമല്ല, നിന്റെ അപ്പനുമല്ല എന്നെ ഈ സ്ഥാനത്ത് എത്തിച്ചത്. എന്നെ ഈ സ്ഥാനത്ത് എത്തിച്ചത് എന്നെ യഹോവയായ ദൈവമാണ്. എല്ലാവരും തള്ളിക്കളഞ്ഞ മണ്ഡലങ്ങളെ, എല്ലാവരും ഉപേക്ഷിച്ച മണ്ഡലങ്ങളെ, എല്ലാവരും ചോദ്യം ചെയ്ത മണ്ഡലങ്ങളെ എന്നെ അടിച്ചേക്ക് ആളയച്ച് എന്നെ വിളിച്ച് വരുത്തി എന്റെ അഭിഷേകത്തിന്റെ കാര്യം പറഞ്ഞത് ജീസസ്. ജീസസ് ജനതയും മണ്ഡലയും സേവിച്ച ഹല്ലേലൂയ. ഓ ലോകത്താൽ ഭാരതാൽ സ്വന്തം ഞാൻ കാണുന്ന മണ്ഡലങ്ങളെ എന്നെ അടിച്ചേക്ക് ഇറങ്ങി വന്ന് ജീസസ്. ജീസസ് എന്നെ വിടുവിച്ചത് ആരാ? ആരാ വിടുവിച്ചത്? ഓ സ്തോത്രം. മരുന്നാണോ മന്ത്രമാണോ ഈ ലോകത്തിലെ ആരെങ്കിലും ആണോ? എല്ലാം അവസാനിച്ചുകൊണ്ട് വന്ന മണ്ഡലങ്ങളെ, എല്ലാം നശിച്ചുകൊണ്ട് വന്ന മണ്ഡലങ്ങളെ, ഇനി ഒരു വഴിയില്ല എന്ന് പറയുന്ന മണ്ഡലങ്ങളെ, ഇനി ഒരു ഉത്തരവില്ല എന്ന് പറഞ്ഞ മണ്ഡലങ്ങളെ, ഓ സ്തോത്രം. ആ സ്തോത്രം എല്ലാവരും കൈയെടുത്ത മണ്ഡലങ്ങളെ എന്നെ അടിച്ചേക്ക് ഇറങ്ങി വന്ന് എന്റെ പാലം പിടിച്ച് എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് എന്റെ യേശുവാണ്. അവനെ ഞാൻ ആരാധിക്കും. ഈ ഒരു സ്വാതന്ത്ര്യം ഇനിയും അടിമനുഖത്തിൽ കുടുങ്ങി പോകരുത്. ദൈവം തന്ന സ്വാതന്ത്ര്യം പിന്നെയും അടിമനുഖത്തിൽ വെച്ച് ആ സ്വാതന്ത്ര്യം നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയാതെ നിന്നെ ബന്ധിച്ച ചില മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം സ്വന്തം തകർന്നു. നിന്നെ സ്വതന്ത്രമാക്കിയതാ. ഒരു കാലം നിന്നെ പിടിച്ച് വേർതിരിച്ചതാ. ഒരു കാലം നീ എന്നെ ആത്മാവിനെ സ്വന്തം ആരാധിച്ചതാ. ഒരു കാലം നീ എന്റെ മുമ്പിൽ തീ പോലെ നിന്നതാ. അടിമനുഖത്തിൽ കുടുങ്ങിപ്പോയ ചില ജീവിതങ്ങളെ, അടിമനുഖത്തിൽ ബന്ധിക്കപ്പെട്ടു പോയ ചില ജീവിതങ്ങളെ സ്വന്തമായുള്ളൂ. ഇല്ല, ഞാൻ മടക്കി വരുത്താൻ പോകുകയാ. മടക്കി വരുത്താൻ പോകുകയാ. മടക്കി വരുത്താൻ പോകുകയാ. മടക്കി വരികയാണ്. മടക്കി വരികയാണ്. ഓ അടിമനുഖം ഇത് ഒരു കാലം തകരുകയാ. തകരുകയാ. ഇതിനൊരു മുഖമുണ്ട്. മുഖം നമുക്കറിയാം. മുഖം അല്ലേ? പണ്ട് കാലഘട്ടത്തിൽ മുഖം വെക്കുമായിരുന്നു അല്ലേ? സ്തോത്രം. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോയി പറയുന്നതനുസരിച്ച് സംഭവം ഓടത്തുള്ളൂ. മുഖത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് പോകാൻ പറ്റത്തില്ല. ആരറിയാം? നമുക്ക് ഇഷ്ടമുണ്ട് നേരെ രീതിയിൽ പോകണം, നല്ല രീതിയിൽ പോകണമെന്ന്. പക്ഷേ വേറൊരുത്ത പറയും അല്ല ഇത് അതുവഴി പോകും. രാത്രി എന്നെ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ സ്വന്തം വേറൊരുത്ത പോകും, കിടന്നുറങ്ങും, കുഴപ്പമൊന്നുമില്ല. രാവിലെ 2 സ്വോത്രം പറഞ്ഞ അവനോട് പറയും. ആരാധനയ്ക്ക് പോകണമെന്ന് വിചാരിക്കും. അപ്പം പറയും വേവൂ സ്തോത്രം. അത് എന്നൊന്നും പോയിട്ടെന്താ ഗുണം? അത് നമുക്ക് ഓൺലൈൻ വഴി കാണാമെന്ന് പറയും. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം നമ്മളൊന്ന് ആഗ്രഹിക്കും. സ്തോത്രം. പക്ഷെ ഒരു മുഖം മണ്ടക്കിരിക്കുകയാണ്. ആ മുഖമുണ്ടല്ലോ, ആ അടിമയുടെ മുഖമാണ്. ആ മുഖം നിന്നെ കൊണ്ടുപോകുന്നത് ഓ സ്വർഗ്ഗത്തിലേക്കല്ല. ആ മുഖം നിന്നെ കൊണ്ടുപോകുന്നത് നിത്യനരകത്തിലേക്ക്. ആ മുഖം ഇത് സ്വർഗ്ഗം നിലനിൽക്കാൻ പോകുകയാ. ഓ സ്തോത്രം. എന്റെ സ്വർഗ്ഗം പറയുന്നു ആ മുഖം മൃദുവാണ്, അത് ലഘുവാണ്. സ്തോത്രം. ദൈവത്തിന്റെ മുഖം എന്ന് പറയുന്നത് അത് ലഘുവും മൃദുവും. സ്തോത്രം. ആ മുഖം നമ്മുടെ മേൽ വെച്ചാലുണ്ടല്ലോ അത് നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? നിത്യതയിൽ നമ്മളെ എത്തിക്കും. എന്നാൽ ഈ അടിമത്വത്തിന്റെ മുഖമോ നമ്മളെ കൊണ്ടുപോകും. നമുക്ക് സ്വാതന്ത്ര്യമില്ല. സ്തോത്രം. കർത്താവ് ഞാൻ നിങ്ങളെ സ്വാതന്ത്ര്യം സ്വതന്ത്രമാക്കിയിരിക്കുകയാണ്. സ്തോത്രം. ഈ മൃദുവും ഹല്ലേലൂയ ലഘുമായ മുഖം നീ ഏറ്റെടുത്താലുണ്ടല്ലോ നിന്നെ ഞാൻ ഹല്ലേലൂയ സ്തോത്രം നടത്തി 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 നിത്യതയിൽ എത്തിക്കും. ഹല്ലേലൂയ. എന്നാൽ ഇവന്റെ ഈ മുഖമേറ്റാലോ സ്തോത്രം നമ്മൾ ചെല്ലുന്നത് നിത്യ നരകത്തിലായിരിക്കും. ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് കടന്നു വരാം. ഹല്ലേലൂയ സ്തോത്രം. മത്തായി സുവിശേഷം 11:29 പെട്ടെന്ന് വായിച്ചു. അധ്വാനിക്കുന്നവരും
28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവ് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങൾ എന്റെ അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിക്കും. ആർക്കാണ് ആശ്വാസം വേണ്ടത്? ഹല്ലേലൂയ. ആശ്വാസം വേണ്ടവരെ എന്റെ കർത്താവ് വിളിക്കുകയാണ്. ഇങ്ങോട്ട് വാ, എന്റെ അടുത്ത് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഭാരം ചുമക്കുന്നവർ അല്ലെ, അധ്വാനിക്കുന്നവർ, ആശ്വാസമില്ലാതിരിക്കുന്നവർ, വേദനയോടുകൂടിയിരിക്കുന്നവർ, നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്നവർ, ഒരു വഴിയുമില്ലെന്ന് ചിന്തിച്ചിരിക്കുന്നവർ, എല്ലാം തകർന്നു എന്ന് പറഞ്ഞിരിക്കുന്നവരോട് ഇന്ന് പകൽക്കാലം സ്വന്തം വിളിച്ചു പറയുക, നിങ്ങൾ എന്റെ അടുത്തോട് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ അടുത്തോ പറയുന്നേ? ഞാനുണ്ടല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുള്ളിയൊന്നുമല്ല. ആരെങ്കിലും ഞാൻ സൗമ്യനും താഴ്മയുള്ളവരാ. യേശു പറയുക, ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ സൗമ്യനാണ്, ഞാൻ താഴ്മയുള്ളവനാ. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ പോന്ന് നിൽക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്ന പാർട്ടിയല്ല, ഞാൻ സ്വർഗത്തിൽ നിൽക്കുന്നവനാ. പക്ഷെ ഞാൻ ഭൂമിയിലേക്ക് നിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ സൗമ്യനും താഴ്മയുള്ളവനുമാ. അതുകൊണ്ടാണ് അവൻ എന്റെയും നിന്റെയും അടുത്തേക്ക് ഇറങ്ങി വന്നത്. ഇന്ന് പകൽക്കാലം അവനാ വിളിച്ചു പറയുന്നത്, നിങ്ങൾ എന്റെ അടുത്തേക്ക് വാ. ജീസസ് ഇവിടെ പറയുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ. അതുകൊണ്ട് എന്റെ മുഖം ഏറ്റുകൊള്ളുക. സ്തോത്രം. എന്റെ മുഖം, ഞാൻ ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. എന്റെ മുഖം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മുഖമാണ്, സൗമ്യതയുടെ മുഖമാണ്, താഴ്മയുടെ മുഖമാണ്. ഈ മുഖമാണ് ക്രിസ്തു നമ്മുടെ മേൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം സ്വർഗം തരുന്ന മുഖം ഏതാണെന്ന് അറിയാമോ? അത് താഴ്മയുടെ, അത് സൗമ്യതയുടെ, സ്നേഹത്തിന്റെ ഒരു മുഖം. അത് ഇന്ന് സ്വർഗം നിന്റെ മേൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. മുഖമോ അവൻ പറയുന്നു, ആ മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും പിശാച് വരുമ്പോൾ ഞാൻ വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകാനുമാണ് എന്ന് യേശു കർത്താവ് വിളിച്ചു പറയുന്നു. അപ്പോൾ പിശാചിന്റെ മുഖം ഏതാണ്? അവൻ മോഷ്ടിക്കും. അവൻ ഒന്നാമത് മോഷ്ടിക്കുന്നത് നിന്റെ ദൈവിക ആരാധനയാണ് മോഷ്ടിക്കുന്നത്, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ അവൻ മോഷ്ടിക്കുന്നത്, നിന്റെ വചനധ്യാനത്തെ അവൻ മോഷ്ടിക്കുന്നതാണ്. അവൻ മോഷ്ടിക്കുന്നത് ആദ്യം ഇവിടെയാ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയാണ് അവൻ മോഷ്ടിക്കുന്നത്. നിന്റെ മേൽ ദൈവം തരുന്ന അഭിഷേകത്തെ ഊതിക്കളയുവാൻ, ചവിട്ടിക്കളയുവാൻ അശുദ്ധിയുണ്ട്. ദൈവഹിതമില്ലാത്ത ആലോചനയുണ്ട്. നിന്നെ അവൻ തിരിച്ചു കളയും, അവൻ മോഷ്ടിക്കും. നിന്റെ സമ്പത്തിനെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ തലമുറയെ, നിന്റെ സമയത്തെ, നിന്റെ സർവ്വതയും അവൻ മോഷ്ടിക്കും. ഇതാണ് അവന്റെ മുഖം, മോഷണത്തിന്റെ മുഖം. നിന്റെ മേലുള്ള സകല സ്തോത്രം സമാധാനത്തെയും അവൻ മോഷ്ടിക്കും എന്ന് പകൽക്കാലം സ്വർഗം പറയുന്നു. ഞാൻ താഴ്മയുള്ളവനാ, സൗന്ദര്യമുള്ളവനാ, എന്റെ മുഖം ഏറ്റെടുക്കുക, എന്റെ മുഖം ഏറ്റെടുക്കുക. അത് നിങ്ങൾ എന്റെ അടുത്ത് വരണം, എന്റെ അടുത്ത് വരണം. നിങ്ങൾ അധ്വാനിക്കുന്ന ഭാഗം എന്റെ അടുക്കൽ വരുവിൻ. ദൈവസന്നിധിയിൽ വരണം, ദൈവിക ആരാധനാലയത്തിൽ എത്തണം. അത് എന്ത് വെള്ളിയാഴ്ച എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും, വെള്ളിയാഴ്ച ജോലിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകത്തില്ല. അപ്പോ ഹല്ലേലൂയ, അതിനെക്കാട്ടിലും ഉത്തരവാദിത്വമായി എനിക്ക് വെള്ളിയാഴ്ച ദൈവസന്നിധിയിൽ എത്തിയിരിക്കണം. ഇന്ന് പകൽക്കാലം ദൈവിക സഭായോഗത്തെ അലക്ഷ്യമായി വിചാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. നമുക്കൊരു തീരുമാനം വേണം. എന്നെ ദൈവം എന്തിനാ എന്നെ വിളിച്ചൊന്നും ബോധം വേണം.
പക്ഷെ നമുക്ക് വേണമെന്നൊരു ബോധമാണ്. എന്തിനാണ് എന്റെ യേശു എന്നെ നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും വിളിച്ചു വേർതിരിച്ചത്? എന്റെ ഈ സഞ്ചരിക്കുന്ന ചില്ലറ കിട്ടാൻ വേണ്ടിയിട്ടാവും. അത് കൊടുക്കേണ്ടതല്ലയാണോ? നമ്മളെ ചിന്തിക്കുന്നത് കഴിഞ്ഞ് നമ്മുടെ കാര്യം കഴിഞ്ഞു, പിന്നെ ഇഷ്ടമുള്ളതിനോട് നടക്കാവുന്ന അല്ല. സ്വർഗ്ഗവനെ വിളിച്ചത് സ്തോത്രം അവന്റെ ആലയത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് തന്റെ ശിഷ്യന്മാർ തെരഞ്ഞെടുത്തോ പറഞ്ഞേ, നിങ്ങളുടെ വചനം പ്രസംഗിക്കുന്നവർ പറഞ്ഞു വിടുകയൊന്നുമല്ല. അതിന് മുമ്പ് സ്വർഗ്ഗം ഒരു വാക്ക് പറഞ്ഞു, എന്നോട് കൂടെ ഇരിക്കുവാൻ. സ്തോത്രം, പിതാവിനോട് കൂടെ കർത്താവ് ഇരിക്കുന്നത് പോലെ എന്റെ ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ സ്വർഗ്ഗം എന്നെയും നിന്നെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം അത് മറന്നു പോകരുത്. സ്വന്തം ജനമായ യഹൂദനെ തള്ളിക്കളഞ്ഞ് കാട്ടൊലിവായ നാട്ടൊലിവായനെ തള്ളിക്കളഞ്ഞ് കാട്ടൊലിവായ നമ്മളെ ഓടിച്ചുവെങ്കിൽ നാം അതിനെ പറയുന്നല്ലേ സ്തോത്രം. നമ്മൾ നിഗളിക്കരുത്, നമ്മൾ ചിന്തിക്കരുത്. സ്തോത്രം, ആളെ നമ്മുടെ അങ്ങ് ഏറ്റുപടിക്കുന്ന ആളാണ് വെട്ടിക്കളയുവാൻ. ഇതിന്റെ പകൽക്കാലം നാം ഒരു ബോധം ഉണ്ടായിരിക്കണം. ഞാൻ എന്റെ ദൈവത്തെ ആരാധിച്ചിരിക്കും. എനിക്ക് ഈ ഒരു ദിവസം തരുന്നുവെങ്കിൽ ഞാൻ ദൈവ സന്നിധിയിൽ തന്നെയായിരിക്കും. അതിനപ്പുറത്ത് ഒന്നും പറയുവാനില്ല. ഇതിനാ ദൈവം എന്നെ സ്വതന്ത്രമാക്കിയത്. ദൈവസന്നിധിയിൽ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം 2-3 മണിക്കൂർ നിനക്ക് ഇരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അതിലും ഈ ലോകത്തിൽ ഏറ്റവും നികൃഷ്ടനായ വ്യക്തിയാണ്. എന്റെ മുഖം ഞാൻ സൗമ്യതയും താരതമ്യമുള്ളതാകൊണ്ട് എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം. എന്നോട് പഠിക്കണം. എന്റെ മുഖം പഠിക്കണമെങ്കിൽ എങ്ങനെ പഠിക്കുന്നത്? വചനം പഠിക്കുന്നത് എങ്ങനെ പഠിക്കുന്നത്? താഴ്മ വേണം, സൗമ്യത വേണം. അവന്റെ വാദപ്പെടുത്തിരിക്കണം. എങ്കിലും ഇത് പഠിക്കത്തുള്ളൂ, എങ്കിലും തലയിലോട്ട് കയറത്തുള്ളൂ. ഒരുപക്ഷെ നിനക്ക് രാവിലെ വലിയ ഡിഗ്രി ഒന്നും കിട്ടുന്ന വരത്തില്ല. പക്ഷെ നിനക്ക് കിട്ടുന്നത് അതിലെ ആത്മീക മർമ്മങ്ങളെ സ്വന്തം നിനക്ക് വെളിപ്പെടുത്തി നൽകും. അവന്റെ പാദത്തിൽ ഇരുന്ന ഈ സൗമ്യതയോടെ എന്നോട് പഠിക്കുക, എന്നോട് പഠിക്കുക. സ്തോത്രം. എന്നാൽ എന്റെ മുഖം ഏറ്റെടുത്ത് എന്റെ മുഖം ഏറ്റെടുക്കണം. ഈ വചനം പഠിക്കണമെങ്കിൽ, ദൈവത്തിൽ പഠിക്കണമെങ്കിൽ ആദ്യം എന്തോ വേണ്ടത്? ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് എന്തോ ആദ്യം വേണ്ടത്? താഴ്മ വേണം. സ്തോത്രം, സൗമ്യത വേണം. നിങ്ങളും നമ്മളെ വ്യാപരിക്കണമെങ്കിൽ ദൈവത്തിന് നമ്മളോടൊന്നും പറയുവാനില്ല. അവനിൽ നിനക്കൊന്നും പഠിക്കുവാനില്ല. സ്തോത്രം, അവന്റെ വാദവിടത്തിൽ കർത്താവേ ഞാൻ ആത്മാവിൽ ദരിദ്രനാ. അവനെ പഠിപ്പിക്കും, അവനെ പഠിപ്പിക്കും. അവന് മുഖം ഏറ്റെടുക്കണം. അവർക്ക് മോഷ്ടിക്കുവാനും മറക്കുവാനും മുടിക്കുവാനും വിശാലം വരുമ്പോൾ ഈ മുഖമൊന്നും വെച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയത്തില്ല. അതിനാണ് സ്വാതന്ത്ര്യം ക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കിയത്. ആ സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ പിന്നെ ആ സൗമ്യതയും ആ സ്തോത്രം ആ താഴ്മയും ആ സ്നേഹവും ഒക്കെ ഏറ്റെടുത്ത് അവന്റെ ആത്മീയത്തിൽ ഇരിക്കുമ്പോൾ അവൻ നിന്നെ ചെറുത് പഠിപ്പിക്കും. നിന്റെ കാലം ദൈവം നിന്നിലേക്ക് ഒരു വചനത്തിന്റെ വെളിപ്പാടുകൾ സ്തോത്രം. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ പറയല്ലോ, എന്റെ പ്രാണൻ കടഞ്ഞു പോയതൊക്കെ പറയല്ലേ. വാക്കുകളുടെ പറഞ്ഞ ഉള്ള വന്ന് കത്തി, എന്റെ ജീവനൊക്കെ പോയി. സ്തോത്രം. ഞാൻ പ്രാണഭയത്തിലായി. അബ്രഹാം സ്വന്തം പറയുന്നത്
നിന്റെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും. ആശ്വാസം കണ്ടെത്തുവാൻ ഒരേ ഒറ്റ വഴി. ഓ, നിന്റെ ആത്മാവിന് ആശ്വാസം കണ്ടെത്തുവാൻ, നിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കുവാൻ ഒരൊറ്റ വഴി. അത് ക്രിസ്തുവാകുന്ന വഴിയാ. ഇന്ന് പകൽക്കാലം ഓ പ്രാണഭയത്തെ ആയിരിക്കുന്ന, ഓ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉള്ളം പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. നിന്റെ പ്രാണഭയത്തിനെ മാറ്റാൻ പോകുക. ചിലരോട് പ്രാണനോട് വെല്ലുവിളിക്കുന്ന, ചിലരുടെ പ്രാണനോട് വെല്ലുവിളിക്കുന്ന ചില അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളെ സ്വന്തം തടയുകയാണ്. നിന്റെ ആത്മാവിനെ, നിന്റെ ആത്മാവിനെ ഒരാശ്വാസം നിനക്ക് മേൽ പകരുക. പ്രാണനെ പോലും വെല്ലുവിളിക്കുന്ന മണ്ഡലങ്ങളെ ഒരു മരണം പോലും ആഗ്രഹിക്കുന്ന ഇടത്തിൽ, ആത്മഹത്യ പോലും മുമ്പിൽ വന്നിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ പ്രാണനെ തൊടാൻ പോകുക, ഞാൻ നിന്റെ പ്രാണനെ തൊടാൻ പോകുക, ഞാൻ നിന്റെ പ്രാണനെ തൊടാൻ പോകുക, നിന്റെ ആത്മാവിനെ ഞാൻ സൗഖ്യം നൽകാൻ പോകുക, നിന്റെ ആത്മാവിനെ ഞാൻ വിടുവിക്കാൻ പോകുക, നിന്റെ ആത്മാവിൽ നീ ആരാധിക്കുവാൻ പോകുക. Yes. ആത്മാവിൽ ആശ്വാസം. ആത്മാവിൽ ആശ്വാസം. ആത്മാവുപോലെ വീങ്ങിയിരിക്കുന്ന മണ്ഡലങ്ങൾ ആത്മാവിപ്പോൾ എല്ലാം പൊട്ടി തകർമെന്ന് പറഞ്ഞ് എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് സ്വർണ്ണം പിടിച്ചു മാറിയുന്നു. ഇതുവരെ സ്വർണ്ണം പിടിച്ചു മാറിയുന്നു. നിന്റെ ആത്മാവ് എന്റെ ഉള്ളം ഇപ്പോൾ പൊട്ടി തകരും. നീ അവരുടെ സന്നിധിയിലേക്ക് കടന്നു വാ. നിന്റെ ദൈവത്തിന്റെ വേദനയിലേക്ക് കൊടുക്കുക. ജീവന്റെ വേദനയിലേക്ക് ഏറ്റെടുക്കുക. നിന്റെ പ്രാണനെ, നിന്റെ സന്ധിവാദ്യങ്ങളെ, നിന്റെ ആത്മാവിനെ സ്വന്തം തൊടുകയാണ്. Yes. Jesus. എന്റെ മുഖം മൃദുവാണ്, എന്റെ ചുമട് ലഘുവാണ്. നമുക്ക് താങ്ങാവുന്നതിൽ മേലെ ദൈവം നമ്മുടെ ചുമട് വെക്കത്തില്ല. ഇന്ന് പകൽക്കാലം നിനക്കിത് ഭാരമാകുന്നു എന്ന് നീ നിലവിളിക്കുന്നുവെങ്കിൽ ഇന്ന് സ്വന്തം വിളിച്ചു പറഞ്ഞില്ല. നിനക്കതിനെ താങ്ങുവാനുള്ള കൃപയാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. എന്റെ കൃപ നിനക്ക് മതി. എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇല്ല സഹോദര, നിനക്ക് ഈ ചുമട് താങ്ങുവാൻ കഴിയും. യെസ്. രാത്രിയാമങ്ങളെ നിലവിളിക്കുന്ന, രാത്രിയാമങ്ങളെ നിലവിളിച്ച് കഴിയുന്ന ചില ജീവനങ്ങളോട് ദൈവം പറയുന്നത്, എന്റെ ചുമട് അത് ലഘുവോ, അത് മൃദുവോ, നിന്നെ മുറിക്കുന്നതല്ല.
മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. അതിനെ പറയുന്നു സത്യം അറിയും, സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യും. ഈ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ ചുമട് ഇത് ലഘുവാണ് മൃദുവാണെന്ന് അറിഞ്ഞാൽ ഈ സത്യം പറഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ യേശുവാകുന്ന സത്യം. യേശു ക്രിസ്തു സൗമ്യനാണ്. യേശു ക്രിസ്തു നിന്നിൽ നിന്ന് ഒന്ന് കൊണ്ടുപോകാൻ, നിന്നെ കൊന്ന് പോകാൻ വന്ന മനുഷ്യനല്ല. അവൻ നമുക്ക് വേണ്ടി ജീവനെന്ന ദൈവമാണ്. അവൻ അവസാനം രക്തം വരുന്നത് ഇത് മൃദുവാണ്. നമ്മൾ സഹിക്കണ്ട, നമ്മൾ അനുഭവിക്കുന്ന വേദന മുഴുവൻ അവൻ ഏറ്റെടുത്തതാണ്. കാൽവരിയിൽ നിന്റെ വേദന അവൻ ഏറ്റെടുത്തതാ, നിന്റെ പാപത്തെ അവൻ ഏറ്റെടുത്തതാ, നിന്റെ ശാപത്തെ അവൻ ഏറ്റെടുത്തതാ. ഇത് മൃദുവാ വേദന അവൻ സഹിച്ചു കഴിഞ്ഞു. സത്യം, ഇതാ സത്യം, ഇതാണ് സത്യം. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നിത്യ നരകത്തിലേക്ക് കടന്ന, നിത്യ പിശാചിന്റെ അടിമത്തത്തിൽ കടന്ന എന്നെയും നിന്നെയും അവൻ കാൽവരിയിൽ വിലയ്ക്ക് വാങ്ങി. അവൻ വിലയ്ക്ക് വാങ്ങി. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിച്ചു. ഞാൻ നശിച്ചു പോകേണ്ട സ്ഥാനത്ത് അവൻ അത് ഏറ്റെടുത്തു. നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഇതാണ് സത്യം. നീ അവന് വിശ്വസിച്ചാൽ, അവന്റെ വാദത്തിലേക്ക് ചെന്നാൽ നിന്റെ മേൽ അശക്തി വ്യാപരിക്കും. ഇന്ന് നിന്നെ ചെന്ന് ചില വിടുതലുകൾ നടക്കുകയാ, ചില മണ്ഡലങ്ങൾ ദൈവം ഇടപെടുകയാ. നിന്റെ പ്രിയ മനസ്സിലാക്കി തരാൻ പോകുക. നിന്നെ രോഗസൗഖ്യങ്ങൾ നടക്കും. ഓ സ്തോത്രം, നിന്നെ ഹല്ലേലൂയ സ്തോത്രം. വിടുതലുകൾ ഇപ്പോൾ നടക്കും, നടക്കാൻ പോകുക. സ്തോത്രം, 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 ഹല്ലേലൂയ. ഓ വചനം യോഹന്നാൻ 3:8 പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വേണ്ടി ദൈവത്തിന് പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവത്തിന് പ്രത്യക്ഷനായില്ല. ഓ സ്തോത്രം, അവന്റെ സകല പ്രവൃത്തികളെയും സ്തോത്രം അഴിക്കും. അവൻ വ്യക്തിയ സകല വ്യക്തികളെയും സ്തോത്രം അഴിക്കും. അവൻ വ്യക്തിയ സകല വ്യക്തികളെയും സ്തോത്രം അഴിക്കും. യെസ്, യെസ്. പിന്നെ സ്വാതന്ത്ര്യമില്ലാതെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ സ്തുതിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ എത്തിച്ച ബന്ധനത്തെ ഓ സ്വർഗം പറയുന്നു. ഈ സാധന പ്രവൃത്തി എന്ന് പറയുന്നത് നിന്നെ ആരാധിക്കുവാൻ വിടത്തില്ല, നിന്നെ സ്തുതിക്കുവാൻ വിടത്തില്ല. ആ കെട്ടിനെ സ്വർഗം ആരാധിക്കുകയാ. ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരിക, ചിലരുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി കടന്നു വരിക, ചിലരുടെ മേൽ ദൈവത്തിന്റെ കടന്നു വരിക, ചിലരെ പുതിയ കൃപകൾ നിറയ്ക്കുക. ഓ പുതിയ കൃപയുടെ കൃപ കൃപ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവസഭയിൽ വ്യാപരിക്കുകയാണ്. സ്തോത്രം, നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ഹല്ലേലൂയ സ്തോത്രം എന്നിട്ട് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതെ, അധ്വാനിക്കുന്ന ഭാഗ്യമുള്ളവരെ എല്ലാവരും വരുവിൻ, വരുവിൻ. ദൈവസന്നിധിയിൽ ആരും വന്നിട്ടുള്ളൂ, യേശുവിന്റെ അടുത്ത് ആരും വന്നിട്ടുള്ളൂ, അവർ വിടുന്ന ആവശ്യമില്ല. ഹല്ലേലൂയ. ഒത്തിരി അനുഭവങ്ങൾ അല്ലേ, ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇഷ്ടം പോലെ യേശുവിന്റെ അടുത്ത് വന്നിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ്, കർത്താവിന്റെ അടുത്ത് വന്നിട്ട് അവനെ കഴിത്തില്ല എന്ന് പറഞ്ഞ് ആരും ദൈവം വിട്ടിട്ടില്ല. പക്ഷെ ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇവർക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞു. അതിന് കാരണം ഉണ്ടായിരുന്നു, അവരത് ഭയങ്കര മത്സരമായിരുന്നു. സ്തോത്രം അല്ലെ. അഭാവായിക്ക് പറയാം ആരാണ് വലിയവൻ? വലിയവൻ ഒരാളേ ഉള്ളൂ. സ്തോത്രം, ക്രിസ്തുവാ വലിയവൻ, യേശു ക്രിസ്തുവാ വലിയവൻ. ഹല്ലേലൂയ സ്തോത്രം. അതാണ് നമ്മുടെ പ്രശ്നം. ആ ഒരു ചിന്ത വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം നമ്മളെ ജയിക്കുന്നത് ജഡമായി. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്നു സ്തോത്രം, ആര് ദൈവത്തിന്റെ അടുത്ത് വരുന്നു എന്റെ അടുത്ത് വരും. ആരും കൊണ്ട് പ്രയാസം കൊണ്ട് ആരെങ്കിലും വന്നാൽ ഹല്ലേലൂയ സ്തോത്രം അതിന്മേൽ ദൈവം ജയം തന്നിരിക്കും, തന്നിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പെട്ടെന്ന് ഒരു ചെറിയ ഭാഗം കൂടെ ചിന്തിച്ചിരിക്കാം. മർക്കോസിന്റെ
സുവിശേഷം 6-ാം അധ്യായം 25 പെട്ടെന്ന് അല്ല സ്തോത്രം. മാർക്കോസ് 5:25. ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നൊരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. മതി സ്തോത്രം. ഇവിടെ പറയുന്നു ഒരുവൾ യേശുവിന്റെ വർത്തമാനം കേട്ടു. സ്തോത്രം. കേട്ട് കഴിഞ്ഞാൽ സ്തോത്രം. നമ്മൾ കേൾക്കുന്നവരാ അല്ലേ? നമ്മൾ കേട്ട് 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 മാറിക്കിട്ട് സ്തോത്രം ഒരു പരുവായിട്ടിരിക്കുന്നവരാ. സ്തോത്രം. എല്ലാവരും അല്ല. സ്തോത്രം. ഇതിന്റെ കാര്യമുള്ളൂ. സ്തോത്രം. ക്ഷാത്രത്തിൽ പോകരുത്. ഇവള് കേട്ടു. ഇവളെല്ലാം കേട്ടത് വിശ്വാസമായി പ്രകടിപ്പിച്ചു. കാരണം ഉണ്ടാകുന്നത് കാരണം ആദ്യം വായിച്ചതാണ്. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെ ചെലവഴിച്ചിട്ടും എന്ന് പറഞ്ഞാൽ സകലവും നഷ്ടപ്പെട്ട ഒരു സ്ത്രീ, രക്തസ്രാവക്കാരിയായ സ്ത്രീ. ഒന്നാമത് സ്തോത്രം. യഹൂദന്മാരുടെ ഇടയിൽ പ്രമാണമുണ്ട് അല്ലെ? ന്യായ പ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട് രക്തസ്രാവം ഒരു സ്ത്രീ. സ്തോത്രം. ഹല്ലേലൂയ. അവളെ തൊട്ടാലും എല്ലാം അശുദ്ധം. സ്തോത്രം അല്ലെ? സ്തോത്രം. ആ ഭാഗത്തേക്ക് പോകുന്ന നിങ്ങൾ പോയി ചിന്തിക്കാൻ വായിച്ചാൽ മതി. ഹല്ലേലൂയ. സ്തോത്രം. അത് ആ ലേവ്യ പുസ്തകം 15:19 മുതലുണ്ട്. സ്തോത്രം. അവള് തൊട്ടാലും ആരെങ്കിലും അവരുടെ കിടക്കാൻ തൊട്ടാൽ പോലും അശുദ്ധം. 7 ദിവസം ഇതിനെ കുറിക്കണം എന്ന് വേണ്ട പല പല കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് 7 ദിവസത്തെ കാര്യമൊന്നുമല്ല. ഇത് 12 വർഷമായിട്ടാണ് മൊത്തം അശുദ്ധം എന്ന് പറഞ്ഞ ഒരു കാരണവശാലും ഒരു മനുഷ്യനെയും ആരെയും തൊടുവാൻ കഴിയാം. എല്ലാവരും വെറുക്കപ്പെട്ട തന്റെ മുതൽ മുഴുവൻ തന്റെ വീട്ടുകാർ മുഴുവൻ ചികിത്സിച്ചു കാണും. വൈദ്യന്മാർ ഏറെ സഹിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അവരെ കൊണ്ട് ശല്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ ഇവരുടെ നിന്ന് പിടിക്കാമോ അത് മുഴുവൻ പിടിച്ച് എല്ലാവരും ഉപേക്ഷിച്ച് ഇനിയും ഒരു വഴിയുമില്ല എനിക്ക് ജീവിക്കുവാൻ എന്ന് ഇരിക്കുന്ന ഒരു സമയത്ത് അവിടെ ചെവിയിൽ യേശുവിന്റെ വർത്തമാനം കേട്ടു. സ്വതം ഇന്ന് വർക്കാൽ ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിന്റെ വർത്തമാനം നിന്റെ ചെവിയിൽ കേട്ടാൽ അതായിരിക്കും പറഞ്ഞത്, നീ അവന്റെ അടുത്തേക്ക് ഒന്ന് ചെല്ല്, അവൻ രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. അവൻ അടുത്തു വരികയൊന്നും വേണ്ട. ഞങ്ങൾ ആ കടൽ തീരത്ത് നിന്നതേ ഉള്ളൂ. സ്തോത്രം. ഞങ്ങൾ ഒത്തിരി പുറകിലായിരുന്നു. സ്തോത്രം. സ്തോത്രം. ഒത്തിരി പുറകിലായിരുന്നു. പക്ഷെ എന്റെ അടുത്ത് നിന്നവർ സൗഖ്യമായി. എന്റെ അടുത്ത് നിന്നവർ സൗഖ്യമായി. എന്റെ അടുത്ത് നിന്നവർ വിടുതൽ പ്രാപിച്ചു. എനിക്ക് നിനക്ക് പറയുവാൻ കഴിയുമോ? നീ അനുഭവിച്ചത്, നീ കണ്ടത് മറ്റുള്ളവരോട് പറയുവാൻ കഴിയുമോ? സ്തോത്രം. നമ്മൾ അനുഭവിച്ച് നമ്മുടെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കും. ആർക്കും കൊടുക്കത്തില്ല. നീ ഒന്നും കൊടുക്കണ്ട. നീ വാങ്ങണമെന്ന് പറ. സഭയിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഇന്നടത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അവരുടെ പ്രാർത്ഥിച്ചാൽ മതി, അവരുടെ കരപ്പെച്ചാൽ മതി, അവരുടെ ആളുകൾ വിഷയം ഏറ്റെടുത്താൽ മതി. അനേകർ കടന്നു വരും, അനേകർ കടന്നു വരും. ഇവിടെ ഒരുക്കി വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഭാരത് വന്ന് അധ്വാനിച്ച് സകലം നഷ്ടപ്പെട്ട സ്ത്രീ ഇപ്പോൾ തന്നെ സകല പ്രതികൂലങ്ങളെയും അതിജീവിച്ചു. സകല ന്യായ പ്രമാണങ്ങളെയും തള്ളിക്കളഞ്ഞ സകല തനിക്കെതിരെ കെട്ടിയ സകല സമൂഹത്തിന്റെ സകല ബന്ധനങ്ങളെയും ഈ യേശുവിന്റെ വർത്തമാനം കേട്ട മാത്രയിൽ സത്യത്തിന്റെ സ്വതന്ത്രമാക്കും. യേശുവിനെ കുറിച്ച് അറിഞ്ഞപ്പോഴുണ്ടല്ലോ ആദ്യം അവിടെ കെട്ടിക്കെട്ട് എന്തോ സമൂഹത്തിന്റെ ഘട്ടം, പാരമ്പര്യത്തിന്റെ ഘട്ടം, അതിന്
സ്വർഗം മാനിച്ചവർ സ്വതന്ത്രമാക്കി. ഇല്ല, എന്നെ തൊടട്ടെ, ഞാൻ മൂട്ടുന്നവരെ മൂട്ടട്ടെ. എനിക്ക് എന്റെ യേശുവിന്റെ വാസ്തവ ഞാൻ തൊടും. ഞാൻ അവനെ തൊടാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ അശുദ്ധമാക്കി വന്നേക്കാം. എനിക്ക് ശരീരത്തിൽ ഒന്ന് തൊടണ്ട, എനിക്ക് വസ്ത്രത്തെ തൊട്ടാൽ മതി, എനിക്ക് വസ്ത്രത്തെ തൊട്ടാൽ മതി. ഈ നിമിഷം ദൈവം സ്വാതന്ത്ര്യമാക്കുന്ന എങ്ങനെ ചില ബന്ധനങ്ങൾ കഴിയുന്ന എങ്ങനെ നീ പറയുമ്പോഴെ കേട്ടഴിയില്ലേ, നീ പറയുമ്പോഴെ ബന്ധനമായില്ലേ, നീ പറയണം. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തെ ആദ്യം അടിച്ചത് ആ രക്തസ്രാവക്കാരി തീരുമാനമെടുത്തു. ഇല്ല, സ്തോത്രം. നിന്റെ ഒരു വാക്ക് മതി ചില പാരമ്പര്യ ബന്ധനങ്ങളെ അടിക്കുക, ചില പാരമ്പര്യ കെട്ടുകളെ അടിക്കുക, ജാതീയ ബന്ധനങ്ങളെ അടിക്കുവാൻ എന്നെയും നിന്നെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒറ്റ വാക്ക് മതി. ആ അടിമ മുഖത്തിൽ നിന്ന് അവളെങ്ങോട്ട് ഓടിയത്? നേരെ ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഓടി. ബന്ധനം അഴിഞ്ഞാലുണ്ടല്ലോ, നീ പറയേണ്ട രീതിയിൽ പറഞ്ഞാലുണ്ടല്ലോ, അവളെ ഓടി ദൈവം സന്നിധിയിൽ വരും. അത് നിന്റെ കാര്യം പറഞ്ഞ, നീ കണ്ട കാര്യം പറഞ്ഞാൽ മതി. സ്തോത്രം. എനിക്ക് തോന്നുന്നു അവളോട് പറഞ്ഞതാ സ്തോത്രം. ആരെങ്കിലും ഭർത്താവിന്റെ യോഗത്തിൽ പോയി നിന്നവരായിരിക്കാം. പത്രോസിന്റെ പടകിൽ നിന്ന് സംസാരിച്ച് കേട്ട് ആയിരങ്ങൾ മുമ്പ് നിൽക്കുകയാ. ആരെങ്കിലും ആയിരിക്കും പറഞ്ഞത്, എന്റെ അടുത്ത് ഭയങ്കര വിടുതൽ നടക്കുന്നു. ചിലർ വിളിച്ചു കരഞ്ഞ് ശബ്ദമുണ്ടാക്കുന്നു. ചില ഭൂതങ്ങൾ അഴിഞ്ഞു മാറുന്നു, അന്ധകാലത്തിന്റെ ശക്തികൾ മാറുന്നു, കാലിൽ കുരുടൻ സ്തോത്രം കാറ്റ് പ്രാപിക്കുന്നു, മുടന്തർ നടക്കുന്നു എന്ന് വേണ്ട വലിയ മിറക്കിളുകൾ നടക്കുന്നു. ഒരുതരം പഴകിനകത്തിരിക്കുന്നതേ ഉള്ളൂ, അവൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, ചില വിടുതലുകൾ നടക്കുന്നു. അതുകൊണ്ട് നിന്നെ ഇനി വിടുവിക്കുവാൻ ആരുമില്ല. നിന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞു. സമൂഹം നിനക്കെതിരാ, കുടുംബം നിനക്കെതിരാ, നിന്റെ ചുറ്റുപാട് നിനക്കെതിരാ, നിയമം നിനക്കെതിരാ, നിനക്കെതിരെ സകലവുമാണ്. പക്ഷേ നിന്നെ വിടുവിക്കുവാൻ ഒരുത്തിന് കഴിയും. നിന്നെ വിടുവിക്കുവാൻ ഒരുത്തിന് കഴിയും. നിന്നെ വിടുവിക്കുവാൻ ഒരുത്തിന് കഴിയും. ഇത് കേട്ടപ്പോഴുണ്ടല്ലോ അവിടെ മേൽ കെട്ടിയ ആ പാരമ്പര്യം, നെഗറ്റീവിന്റെ പാരമ്പര്യത്തിന്റെ ബന്ധനം അവിടെ വെച്ച് പൊട്ടി. സ്തോത്രം. അപ്പോൾ ആദ്യം നമ്മളെ വിടുവിച്ചത് ആരാ? സ്തോത്രം. അടി യേശുവിന്റെ അടുത്ത് വന്നു, സൗഖ്യം കിട്ടി. അതിൽ നിന്ന് ആരോ ഒരുത്തം പറഞ്ഞു, അവിടെ വെച്ച് കെട്ടടി. നിങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും അവര് സ്തോത്രം ഒരുപക്ഷെ സുബോധം വരുന്നത്. അതിന് മുമ്പ് നിങ്ങൾ കെട്ടഴിച്ച ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ, അല്ലെ ഇങ്ങോട്ട് വരത്തില്ല. ഒരാളുടെ പരിപാടിയല്ലോ. അഭിഷേകം പറഞ്ഞിരിക്കുക. കെട്ടഴിന്റെ ലക്ഷണമാ ദൈവത്തിന് വരിക എന്ന് പറയുന്നത്. പിന്നെ ബാക്കി ചെറിയ കാര്യമേ ഉള്ളൂ. പിന്നെ യേശുവിന്റെ നാമത്തിൽ ആരെന്നെ വിടുവിക്കുക എന്ന് പറയുമ്പോൾ, കാര്യം വെക്കുമ്പോൾ, അല്ലെങ്കിൽ തൊടുമ്പോൾ അവരുടെ മേലേക്ക് ശക്തി വ്യാപരിക്കും. അവർ വിടുതൽ ലഭിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ പറഞ്ഞു കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. സ്തോത്രം. വസ്ത്രമെങ്കിലും തൊട്ടാൽ മതി. വർത്തമാനം കേട്ടാൽ ഒരു തീരുമാനമുണ്ടായി. എനിക്ക് അവന്റെ അടുത്ത് ചെല്ലണം. വസ്ത്രത്തിലേക്ക് തൊടും. ഒന്ന് വസ്ത്രത്തെ തൊടും. അവൻ തൊട്ടു. സ്തോത്രം. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. സ്തോത്രം. ബാധ മാർക്കാൻ സ്വസ്ഥയായി. സ്തോത്രം. ക്ഷണത്തിൽ വിടുതൽ വ്യാപിച്ചു. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, ചില മുഖങ്ങൾ തകരുകയാണ് ഈ നിമിഷം. ചിലരുടെ നിന്നെ
സ്ഥിരം രോഗിയാക്കുന്നു. നാളുകൾ ചികിത്സിച്ചിട്ടും മാറാതെ പിന്നെയും പിന്നെയും നിന്നെ ബന്ധിക്കുന്ന ചില മണ്ഡലങ്ങൾ, ലോകത്തിന്റെ ശക്തികൾ നിന്റെ പകൽക്കാലം തകരുകയാ, നിന്റെ പകൽക്കാലം തകരുകയാ. യെസ്, ഈ ഭാഗത്തിന്റെ ഒരു ശക്തി വിശ്വാസത്തോട് തൊടാൻ പറ്റുമോ? വിശ്വാസത്തോട് തൊടാൻ പറ്റുമോ? നിന്റെ ബുദ്ധിയൊക്കെ മാറ്റി വെക്കാൻ പറ്റുമോ? നിന്റെ ഹല്ലേലൂയ നിന്റെ ബുദ്ധിയിലെ ചിന്തകളൊന്ന് മാറ്റി വെക്കാൻ പറ്റുമോ? അല്ല, എനിക്ക് സ്തോത്രം, ഇവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ ഡോക്ടറെ കാണാൻ പോയിരിക്കുന്നവരാണോ ഇവിടെ ഇരിക്കുന്നത്? തീരുമാനമെടുക്കുക. ഈ നിമിഷം സ്വർഗം ചെന്ന് വിടുവിക്കാൻ പോകുക. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് മുഖം മാറും. ആദ്യം വർത്തമാനം കേട്ടാൽ മുഖം മാറും. അടുത്തതാണ് ഇവിടെ അവൾ വന്നു ക്ഷണത്തിൽ, അവൾ പിറകിൽ വന്ന വസ്ത്രം തൊട്ടു, ക്ഷണത്തിൽ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായ ശരീരത്തിൽ അറിയുക. ചിലർ ഈ നിമിഷം എന്റെ ശരീരത്തിൽ അനുഭവിച്ചറിയാൻ പോകുകയാണ്. ദൈവത്തിന്റെ ഒരു ശക്തി, ഹല്ലേലൂയ, ഒരു ശക്തി നിങ്ങൾ അനുഭവിച്ചറിയാൻ തുടങ്ങിയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ലോകമെമ്പാടുമുള്ള ജനത്തെ ബന്ധിച്ചിരിക്കുന്ന ചില ബാധകളെ, ചില ജാതീയ ശക്തികളെ ലോകത്തിന്റെ ദുരാത്മാവിനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പുറത്താക്കുകയാണ്. അനുഭവിച്ചറിയാൻ പോകുകയാണ്, അനുഭവിച്ചറിയാൻ പോകുകയാണ്. നമുക്ക് വിശ്വാസം ഒന്ന് വർദ്ധിക്കണം. വിശ്വസിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ മഹത്വം കാണപ്പെടുള്ളൂ. അവൾ ബാധ മാറി സ്വസ്ഥമായി. എന്താണെങ്കിലും സ്വസ്ഥത നിന്റെ ഹൃദയത്തിൽ ഫീൽ ചെയ്യും. ഓ, ഞാൻ ഫ്രീ ആയി. സ്വസ്ഥത വെളിപ്പെടാൻ പോകുകയാണ്. ആരോടൊക്കെ ദൈവത്തെ വ്യക്തമായി പറയുക. ഹല്ലേലൂയ, സ്തോത്രം. അടിമ മുഖത്തിൽ നിന്നെ സ്വസ്ഥതയുള്ളിടത്തേക്ക് അത് സ്വസ്ഥമാക്കുകയാ, സ്വസ്ഥമാക്കുകയാ, സ്വസ്ഥമായി. സ്തോത്രം, ഹല്ലേലൂയ. പെട്ടെന്ന് വായിച്ചു. ഉടനെ അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തന്റെ നിന്ന് ശക്തി പുറപ്പെട്ട് എന്റെ ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു. എന്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ട് പറിച്ചുകൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ സമയമില്ല. നീ പറഞ്ഞില്ലെങ്കിലും സ്വർഗത്തിനറിയാം ശക്തി പുറപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഈ വചനം പറയുമ്പോൾ, പ്രസംഗിക്കുന്നവർക്കറിയാം ഈ വചനം എവിടെ കൊള്ളുന്നുണ്ട്. ഈ വചനം എവിടെയൊക്കെയാണ് ദൈവാത്മാവിനറിയാം. നിങ്ങൾക്ക് മറിഞ്ഞിരിക്കുവാൻ കഴിയത്തില്ല. ശക്തി പുറപ്പെട്ടു, സ്വർഗം പറയുക. അവൾ പുറത്തു വന്നു, അവൾ പുറത്തു വന്നു, അവരുടെ കാര്യം മുഴുവൻ പറഞ്ഞു. 12 വർഷമായി അനുഭവിക്കുന്ന വിഷയത്തിനാണ് ഈ സ്പോട്ടിൽ എനിക്ക് ഉത്തരം കിട്ടിയത്. ഇന്ന് പകൽക്കാലം വർഷങ്ങൾ പഴക്കമുള്ള ചില രോഗത്തിന് മേൽ സ്വർഗം തൊടുകയാ. നിന്റെ ശരീരത്തിൽ അല്പം അനുഭവിച്ചറിയും, നിന്റെ ശരീരത്തിൽ അനുഭവിച്ചറിയും ചില അടിമനുഖങ്ങൾ തടയുകയാണ്. ഈ ഭാഗത്തെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യത്തിന്റെ ശക്തി വർഷങ്ങൾ പഴക്കമുള്ളത്. നീ ഒരൊറ്റ സ്റ്റെപ്പ് വെച്ചാൽ മതി. ഇപ്പോ അതിനതാ പറഞ്ഞത്. എല്ലാ പ്രശ്നങ്ങളെ മാറ്റിവെച്ച് അവൾ ഓടി ദൈവസന്നിധിയിൽ വന്നു. അവൾ വസ്ത്രത്തിന്റെ അഗ്രത്താണ് തൊട്ടത്, വസ്ത്രത്തിലാണ് തൊട്ടത്. ശക്തി വ്യാപരിച്ചു. സ്വർഗം അത് അറിഞ്ഞു, വിളിച്ചു. എന്നെ തൊട്ടതാൽ ഒത്തിരി പേര് ഇടിച്ചൊക്കെ നിൽക്കുന്നത് അതൊന്നും ദൈവത്തിന്റെ വിഷയമല്ല. എത്ര അന്യഭാഷ പറയുന്നതൊന്നും ദൈവത്തിന്റെ വിഷയം. എന്നെ തൊട്ടതാ നിന്റെ ഹൃദയം തുറന്നു തുടങ്ങും. നിന്റെ ഹൃദയത്തിൽ നിന്നൊരു തുറൽ വെളിപ്പെട്ടാൽ നിന്റെ ഹൃദയം നീ പൂർണ്ണമായി സമർപ്പിച്ചാലുണ്ടല്ലോ സ്പോട്ടിൽ വിടുക.
സ്പോട്ട് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? നമ്മുടെ ആത്മാവ് അവരുമായിട്ടുള്ള സ്പോട്ടിൽ വിടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വന്തമാക്കിയത്. അടിമതത്തിൽ പിന്നെയും അത് കൊടുക്കരുത്. ചിലരെ ദൈവം സ്വതന്ത്രമാക്കുകയാണ്. ഓ സ്തോത്രം. പിന്നെയും പിന്നെയും ഹല്ലേലൂയ അടിമതത്തിൽ വീണുപോയ ചില ജീവിതങ്ങളെ, ചില രോഗത്താൽ ഭാരത്താൽ വേദനയാലൊക്കെ ആയിപ്പിടിക്കുന്ന മണ്ഡലങ്ങളെ, ആരാധിക്കുവാൻ കഴിയാതെ പിശാച് ബന്ധിച്ച ചില മണ്ഡലങ്ങളെ സ്വർഗം സൗഖ്യമാക്കിയിരിക്കുക. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാനുള്ള പാട്ടുപാടി നമുക്ക് ദൈവത്തെ ആരാധിച്ച ഏറ്റെടുത്ത് സാധ്യമായ ഒന്നുമില്ലല്ലോ, കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യം
Yes. Yes. ഓ ചിലരുടെ പുതിയ ശക്തികൾ വരിക, ഒരു പുതിയ അഭിഷേകം വരിക, ഓ ചില രോഗങ്ങളുടെ ശക്തികൾ തകരുക, ചിലരുടെ ഈ നിമിഷം കൊണ്ട് യേശു ക്രിസ്തുവിന്റെ ശക്തി, യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ചിലരുടെ വിഷയത്തിന്മേൽ ഈടവെക്ക, നല്ലവരിൽ നിന്ന് രോഗമുദ്രയിൽ നിന്ന് ചില മുദ്രകൾ പൊട്ടിച്ച നിന്നെ വെളിയിൽ കൊണ്ടുവരികയാണ്. ജീസസ്, ജീസസ്. Yes, 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 yes. Oh, സ്വാതന്ത്ര്യത്തിനായി, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുക, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുക. ഇനി മണിമുഖത്തിൽ, ഇനി മണിമുഖത്തിൽ, മണിമുഖത്തിൽ കൊടുക്കരുത്. കർത്താവേ, നീ എന്നെ തൊട്ടതിനാൽ സ്തോത്രം. എത്ര പേർക്ക് പറയുവാൻ കഴിയും? എന്റെ യേശു എന്നെ തൊട്ടു, എന്റെ യേശു എന്നെ സൗഖ്യമാക്കി, എന്റെ യേശു എന്റെ ആത്മാവ് എന്റെ മേൽ ഇറങ്ങി വന്നു. ഇപ്പോൾ ആ രക്തസ്രാവക്കാര സ്ത്രീ പറഞ്ഞതുപോലെ വിളിച്ചു പറ, ദൈവമേ നീ വിടുവിച്ച വിടുതലായി സ്തോത്രം. ഇനിയും ഞാൻ അടിമുഖത്തിൽ കൊടുക്കത്തില്ല, നിന്റെ മുഖം ഞാൻ ചുമക്കും. അത് മൃദുവാണ്, അത് ലഘുവാണ്, അത് സൗമ്യതയുള്ളതാണ്, അത് താഴ്മയുള്ളതാണ്, അതെന്നെ നിത്യതയിൽ എത്തിക്കുന്ന മുഖമാണ്. എന്നാൽ എന്നെ പിന്തുടർന്നത്, എന്നെ ഇത്രയും നാൾ എന്നെ ഭാരപ്പെടുത്തിയത് അത് പൈശാചിക മുഖമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ആ മുഖത്തെ തകർത്തുകൊണ്ട് മുന്നിൽ കാണുന്ന ശക്തി എന്റെ മേൽ ആഞ്ഞടിച്ചിരിക്കുന്നതിനാൽ എന്റെ ആത്മാവിന് ആശ്വാസം തന്നത് ഞാൻ. പ്രാർത്ഥിക്കാം. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അടിമ